ഹേ ഗൈസ്, SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വേറെ ലെവൽ മിസ്റ്ററി ഡ്രാമ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ട്രൂത്ത് ബെനത്ത് എന്ന് പറഞ്ഞിട്ട് 2016 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൊറിയൻ മൂവീസിനെ പറ്റി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ട്വിസ്റ്റിന് ഒരു കുറവും ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിച്ച് ആ ഒരു സ്റ്റോറിയിൽ പിടിച്ചെടുത്തും. അതേപോലെ ഇന്ന് നിങ്ങളെയും മുൾമുനയിൽ നിർത്താൻ പോകുന്ന ഒരു മൂവിയാണ് ഈ ഒരു മൂവിയും. അതുകൊണ്ട് ഇതുവരെയും ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. കഥ പറയാനായിട്ട് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ നിന്നാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഇപ്പോൾ ഹീറോയുടെ വീട്ടിൽ നിന്നും ഒരുപാട് രാഷ്ട്രീയക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഹീറോ ഇതിനു മുന്നേ നിന്നിരുന്ന ആ ഒരു പാർട്ടിയിൽ നിന്നും മാറി ഇപ്പോൾ പുതിയൊരു പാർട്ടിയിലേക്ക് ചേർന്നിട്ടുണ്ട്. അതുമല്ല, ഉടനെ തന്നെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നിട്ട് പോകുന്നത്. ഇപ്പം അകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോയിനും ഇതുപോലെ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പ്രചരണമൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് വീട്ടിലായാലും അതേപോലെ തന്നെ വെളിയിലായാലും നല്ലതുപോലെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ മകള്, അവളെ നമുക്ക് എന്തായാലും ചോയി എന്ന് വിളിക്കാം. ഇപ്പോൾ ചോയി വന്നിട്ട് ഹീറോയിനോട് പറയും, അമ്മ ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ, രാത്രി 10 മണിക്ക് മുന്നേ തന്നെ തിരിച്ചു വരാം എന്ന് പറയുന്നതും ഓക്കെ മോളെ നീ പോയിട്ട് വാന്ന് പറഞ്ഞ് ഹീറോയിൻ പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു തെരഞ്ഞെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അപ്പോഴും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയ ചോയി ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഹീറോയിൻ നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് ഇപ്പോൾ ഹീറോയിൻ ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വിളിച്ച് നോക്കുന്നുണ്ട്. കാരണം ഹീറോയിന്റെ മകൾ ചോയി എഴുതി വെച്ച ആ ഒരു നമ്പറില്ലേ, അങ്ങനെ അതിൽ വിളിച്ചിട്ട് ഇതുപോലെ എൻ്റെ മകൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങളുടെ മകൾ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതും കൂടിയാവുന്നത് ഹീറോയിൻ നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് നമ്മുടെ ഹീറോയോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവൾ നേരെ പോകുന്നത് തൻ്റെ പാർട്ടി ഓഫീസിലേക്കാണ്. അവിടെ ഹീറോ ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ചുറ്റിനിരുന്ന് സംസാരിച്ച് ഇപ്പോൾ പോലീസിനോടെല്ലാം കാര്യം പറയുമ്പോഴത്തേക്കാണ് ഇവരുടെ എതിർ പാർട്ടി ഉണ്ടല്ലോ, അവരാണെങ്കിൽ 2 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഹീറോയിൻ്റെ മകള് ചില ക്ലബ്ബിൽ പോയിട്ട് ഡാൻസ് കളിച്ചു, അതേപോലെ തന്നെ വെള്ളം അടിച്ചതും സിഗരറ്റ് വലിച്ചത്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ അക്കൗണ്ടിൽ അവർ ഫോട്ടോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രശ്നം. കാരണം വേറെ ഒന്നുമല്ല, സ്വന്തം മകളെ പോലും നോക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഈ നാടിനെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യമില്ലാതെ ഓരോ കുറ്റവും കുറവുകളും കണ്ടുപിടിച്ചിട്ട് അതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇലക്ഷനിലെ ജനങ്ങളാരും നിങ്ങളുടെ ഭർത്താവിന് വോട്ട് ചെയ്യത്തില്ല എന്നും പറയും. അതുമല്ല, പോലീസുകാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അല്ല മേഡം നിങ്ങളുടെ മകൾ ഇതിനു മുന്നേ ഇതുപോലെ കാണാതായിട്ടില്ലേ, അന്നെല്ലാം അവൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതും ആ ഒരു സമയത്ത് നിങ്ങളുടെ മകള് ഫ്രണ്ട്സിനോടൊപ്പം ഒരു 3-4 ദിവസം വെളിയിൽ ചുറ്റിക്കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ എന്തായാലും അവൾ തിരിച്ചു വരുമെന്ന് പറയുന്നതും. അതുകൊണ്ട് മേഡം അതുപോലെ ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ കഴിയുമോ, അവൾ എന്തായാലും തിരിച്ചു വരുമെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചോയി വരുന്നില്ല. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് പോലീസ് ഈ ഒരു കാര്യം ഒരു കേസായിട്ട് തന്നെ എടുക്കുന്നത്. ഇപ്പോൾ പോലീസ് വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ നിങ്ങളുടെ മകളെ കാണാതായിട്ടുള്ള ആ ഒരു ദിവസം നമ്മുടെ നാട്ടിലൊരു ഹിറ്റ് ആൻഡ് റൺ നടന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഹിറ്റ് ആൻഡ് റൺ നടന്നത് ഒരു പയ്യനാണ്. ആ പയ്യൻ മരിച്ചതിലും നിങ്ങളുടെ മകളും തമ്മിലൊരു ബന്ധമില്ലാന്നാണ് തോന്നുന്നത്. അതുമല്ല, നിങ്ങളുടെ മകളുടെ കോൾ റെക്കോർഡ് ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിലൊരു ദിവസം മാത്രം അവൾ അധികമായിട്ട് ഒരു 45 മിനിറ്റോളം ഒരു നമ്പറിലേക്ക് തന്നെ അധികമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുമല്ലാതെ എല്ലാ ദിവസവും ആ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ മകൾ വിളിക്കാറുണ്ട്. അപ്പൊ അത് വേറെ ആരുമല്ല, അതൊരു പെൺകുട്ടിയാണ്. അതൊരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് മേഡം ഈ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയുമില്ല, ഇതുപോലൊരു പെൺകുട്ടി എന്റെ മകളുടെ ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ഇതേ സമയം ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഈ പോലീസുകാർ പറഞ്ഞ ആ പെൺകുട്ടിയെ കാണിക്കാണ്. അവളുടെ പേര് മൂണെന്നാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയാണെങ്കിലോ അവളുടെ കയ്യിൽ ഉടഞ്ഞു പോയിട്ടുള്ള ഒരു ഫോണുണ്ട്. അതിന്റെ ലോക്ക് അഴിക്കാൻ വേണ്ടി അവൾ ഒരുപാട് തവണ ട്രൈ ചെയ്യുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിന്റെ ലോക്ക് അഴിക്കാണ്ട് അവളെ കൊണ്ട് കഴിയുന്നില്ല. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് വരുന്നതും നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടി ആ ഒരു ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കാണുമ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അവളൊരു പാവപ്പെട്ട കുടുംബത്തിലേതാണെന്ന്. ഇപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, അല്ല മോളെ നിന്റെ പേരെന്താ, നീയോ എൻ്റെ മകളും നല്ല സുഹൃത്തുക്കളാണോ എന്നെല്ലാം ഹീറോയിൻ ചോദിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട കുടുംബമാണ്. അവളുടെ അച്ഛനൊരു ഡ്രൈവറാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതെ മേഡം ഞാൻ നിങ്ങളുടെ മകളും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും അന്ന് സ്കൂൾ കഴിഞ്ഞ് ഒരുമിച്ചാണ് പോയത്. അതുമല്ല അന്ന് വരുന്ന വഴിക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അതുവഴി ഒരു വെള്ള കാറ് വന്നു. അതിൽ കയറിയിട്ട് ചോയി പോവായിരുന്നു. അത് നിങ്ങളുടെ റിലേറ്റീവ് ആണെന്നാണ് ഞാനും വിചാരിച്ചത് എന്നാ ഒരു പെൺകുട്ടി പറഞ്ഞു കഴിയുന്നതും ഇപ്പോൾ ഹീറോയിൻ അവരോട് പറഞ്ഞ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ട് ആ ഒരു സ്ഥലത്തെ CCTV എല്ലാം പരിശോധിക്കാൻ പറഞ്ഞ് പോലീസിനോട്
ഇതുപോലൊരു കാര്യം റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പരിശോധിച്ചിട്ട് പറയുമില്ല, അതുപോലൊരു കാര്യം റെക്കോർഡ് ആയിട്ടില്ലാന്ന്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കാണ് മൂണിന്റെ കയ്യിൽ ഒരു വാച്ച് കണ്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് ഷോക്കാവും. ഹേയ്, ഇതാരുടെ വാച്ചാ എന്ന് ചോദിക്കുന്നതും അവൾ പറയും ഇത് എന്റെ വാച്ചാണെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും ഒരിക്കലല്ല, ഇതുപോലൊരു വാച്ച് വാങ്ങാനായിട്ട് നിന്റെ അച്ഛനെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, കാരണം ഇത് എന്റെ ഭർത്താവിന്റെ വാച്ചാണ്, എന്റെ ഭർത്താവ് എന്റെ മകൾക്ക് കൊടുത്ത വാച്ചാണെന്ന് പറഞ്ഞിട്ട് ആ വാച്ച് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയാണെങ്കിലോ ഇല്ല ഇത് എന്റെ വാച്ചാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ആ ഒരു പ്രദേശത്തെ CCTV ഫുള്ളായിട്ട് പരിശോധിച്ചിട്ടും ഹീറോയിന്റെ മകൾ ആ ഒരു സ്ഥലത്ത് വന്നതായിട്ടോ ഇതുപോലെ വെള്ളക്കാറിൽ കയറി പോയതായിട്ടോ ഒരു തെളിവുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ തന്റെ മകളെ കാണാതായാലും അയാൾക്ക് ഇപ്പോഴും ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് ശ്രദ്ധ. അതുകൊണ്ട് അവൻ ആ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ തന്റെ മകളെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ വീട്ടിലേക്ക് വന്ന് ചോയിയുടെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ അവളുടെ മെയിൽ ID വെച്ചിട്ട് അതിൽ എന്തൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് എന്നെല്ലാം പരിശോധിക്കുമ്പോൾ 10,000-ഓളം മെസ്സേജുകൾ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ അന്ന് രാത്രി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു മെയിലെല്ലാം എന്താണെന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ്, അത് ഒറ്റ ഇരിപ്പിന് വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ഒരുപാട് കാലമായിട്ട് ചോയ്ക്ക് ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ ചോയുടെ സ്കൂളിലേക്ക് പോയിട്ട് അവിടെയുള്ള സ്റ്റാഫുകളുണ്ടല്ലോ, ടീച്ചർമാരൊക്കെ, അവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, അതിലൊരു ടീച്ചർ പറയും, മേഡം നിങ്ങളുടെ മകൾ അങ്ങനെ അധികം ആരോടും മിണ്ടാറില്ല, വേറെ അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല, ആകെയുള്ളത് ഒരു പെൺകുട്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് മൂണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ ചോയും ഇവര് രണ്ടുപേരും ഒരു സ്റ്റേജിൽ പാട്ടെല്ലാം പാടി അതേപോലെ തന്നെ ഡാൻസ് എല്ലാം കളിക്കുന്ന ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ഇതേ ഇവര് രണ്ടുപേരാണ് ഭയങ്കരമായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം തന്നെ മനസ്സിലാവുന്നത്, ഇതുപോലെ ചോയ്ക്ക് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമുണ്ടെന്ന്. അതുമല്ല ഒരു കാര്യം കൂടിയുണ്ട്, ഇവര് രണ്ടുപേരും പാട്ട് പാടുമ്പോഴത്തേക്കും അവിടെയുള്ള കുട്ടികൾ പഴയ മുട്ട, തക്കാളി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് എറിഞ്ഞ് അവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഹീറോയിൻ നേരെ പോകുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരന്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയും, സാർ ഇതുപോലെ എന്റെ മകൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ കഴിയും, അവളെ ഇന്ന് ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നതും അവർ പറയും, സോറി മാഡം, സാക്ഷികളോ അല്ലെങ്കിൽ തെളിവുകളോ ഇല്ലാതെ നമുക്കൊരു പെൺകുട്ടിയെ വെറുതെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാനൊന്നും കഴിയത്തില്ല, അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും പറയും, സാർ എനിക്കാണെങ്കിലും മറ്റൊരു ഐഡിയ ഉണ്ട്, എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു പെൺകുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു കേസ് പെട്ടെന്ന് തെളിയിക്കാൻ കഴിയും, അതുകൊണ്ട് ഒരു അരമണിക്കൂർ മാത്രം എനിക്ക് സമയം തന്നാൽ മതി, ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ അവിടേക്ക് എത്തിക്കാൻ കഴിയൂ. അങ്ങനെ ഈ കാര്യം പറയുന്നതും ആ ഒരു പോലീസുകാരൻ അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ മൂൺ, അവളെ ഹീറോയും പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ മൂണിനെ ആ ഒരു ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഇവരെന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഞാനും ചോയും അന്നത്തെ രാത്രി സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് ഒരു വെള്ള കാറ് അതുവഴി പോയതും ചോയിയെ കണ്ടപ്പോൾ ആ ഒരു കാർ അവിടെ നിർത്തി. ചോയാണെങ്കിലോ ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞ് അവൾ ആ ഒരു കാറിൽ കയറിപ്പോയി. ആ ഒരു കാറിലുണ്ടായിരുന്ന ആള് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഈ കാര്യം ആ ഒരു പെൺകുട്ടി മൂൺ പറയുമ്പോഴത്തേക്കും ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ ഒരു ഡോക്ടർ ചോദിക്കും, അല്ല ആ ഒരു വണ്ടിയുടെ നമ്പർ എന്താണെന്ന് നീ കണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല, മഴ പെയ്തത് കൊണ്ട് എനിക്കത് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും. അപ്പൊ ആ ഒരു ഡോക്ടർ വീണ്ടും ഇല്ല മോൺ, നിന്നെ കൊണ്ട് കഴിയും, നീ ഒന്ന് നല്ലതുപോലെ ശ്രമിച്ചു നോക്ക്. അപ്പൊ അവള് നല്ലതുപോലെ ചിന്തിച്ചിട്ട് എന്തൊക്കെയോ നമ്പറുകൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുന്നതും മോൺ ഇപ്പോ ഹിപ്നോട്ടൈസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പൊ ആ ഒരു പോലീസുകാരൻ, അല്ല മോളെ നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അവള് ചോദിക്കും, അല്ല സാർ ഞാനിപ്പോ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരന് ദേഷ്യം വന്ന് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ എന്തൊക്കെയായാലും ഹീറോയിന് തന്റെ മകളെ കണ്ടുപിടിച്ചല്ലേ മതിയാവും. അതുകൊണ്ട് ഹീറോയിൻ അങ്ങനെ ആലോചിക്കാണ് എന്തായിരിക്കും സംഭവിച്ചതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഹീറോയിൻ ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത്. വേറൊന്നുമല്ല, ഹീറോയിന്റെ മകള് ചോയ് ഉണ്ടല്ലോ, അവൾ എപ്പോഴും ഒരു പാട്ട് ആ വിസിലടിച്ച് അതിലെ ഷൂളോ അടിച്ചിട്ട് മ്യൂസിക് ചെയ്യുമല്ലോ, അതുപോലെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതേ ആ ഒരു മ്യൂസിക് ഇവരുടെ എതിർ കക്ഷിയിലുള്ള ആ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അയാൾ ഒരു ദിവസം നമ്മുടെ ഹീറോയിന്റെ മുന്നിലൂടെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഷൂളോ അടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പൊ ഈ ഒരു സംശയം കാരണം ഹീറോയിൻ ഇതേ കാര്യം ഹീറോയോട് വിളിച്ചു പറയും. എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അയാളായിരിക്കും നമ്മുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ള ആ ഒരു സംശയം പറയുന്നതും ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അയാൾക്കെതിരെ ഭയങ്കരമായിട്ടും പ്രതികരിക്കും. ഇതുപോലെ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് ആ ഒരു എതിർകക്ഷിയിലെ അയാളാണെന്നും ഇതെല്ലാം ഈ ഒരു ഇലക്ഷന് ഞാൻ തോക്കാൻ വേണ്ടിയിട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ അതിനെതിരെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഹീറോയിന് ഇതൊന്നും വലിയ താല്പര്യമില്ല. ഹീറോയിൻ അതൊന്നും വലിയ കാര്യമല്ല, തന്റെ മകളെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഹീറോയിൻ ഇപ്പോ ഇവരെ ആരെ വിശ്വസിച്ചിട്ട് ഇപ്പൊ ഈ ഒരു പോലീസുകാരെ വിശ്വസിച്ചാലും വേറെ ആരെ വിശ്വസിച്ചിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഹീറോയിൻ എന്നത് ചെയ്യുന്നറിയോ, ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോവും. ഷാമാൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് പ്രാർത്ഥിച്ച്
ഇതുപോലെ എന്റെ മകൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവരും ഓക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും അവിടെ ഡാൻസ് എല്ലാം ചെയ്തിട്ട് അവരാണെങ്കിൽ ഒരു പന്നിയെ വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ മന്ത്രവാദത്തിന് വേണ്ടിയിട്ട്. ഇതേ സമയം ആ ഒരു പെൺകുട്ടി മൂണുണ്ടല്ലോ, അവൾ ആ ഒരു ഫോണിന്റെ ലോക്ക് അടിക്കാൻ വേണ്ടി ആ ഒരു പാറ്റേൺ പല രീതിയിൽ ഇട്ട് ട്രൈ ചെയ്ത് അവസാനം ഏതോ ഒരു പാറ്റേണിൽ ഇടുമ്പോഴത്തേക്കും ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ആഹാ, അത് വേറൊന്നുമല്ല, ഹീറോയിന്റെ മകളുണ്ടല്ലോ ചോയി, അവള് മരിച്ചു. കാരണം ആ ഒരു കാര്യമാണ് ഈ ഫോണിനകത്ത് ഫോട്ടോ ആയിട്ടുള്ളത്. ഇത് കാണുമ്പോഴത്തേക്കും മൂണും ഒരു വല്ലാത്ത രീതിയിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിന്റെ മകളെ കൊന്നതാരാണെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല. അതുമല്ല മൂണിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ, അത് ആരുടേതാണെന്ന് അറിയത്തില്ല. ഇതേ സമയം ഒരു കാടിനകത്ത് കാണിക്കുമ്പോൾ അവിടെ നമ്മുടെ ചോയിയുടെ ശരീരം ഉണ്ടല്ലോ, അതിപ്പോ പോലീസുകാർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ചോയിനെ കൊന്നതാരാണ്, ഈ ഒരു ശരീരം ഇവിടേക്ക് കൊണ്ടിട്ടതാരാണ്, ഇതൊന്നും ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ ചോയിയുടെ മരണാനന്തര ചടങ്ങെല്ലാം നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് കരയുന്നു. എതിർ പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട്, ഹീറോയെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ഹീറോയിന്റെ മുഖത്ത് മാത്രം വിഷമം എന്ന് പറയുന്നൊരു കാര്യം പോലുമില്ല. അവളുടെ മനസ്സിലുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് തന്റെ മകളെ കൊന്നതാരാണ്, അതാരാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ തന്റെ മകളെ കൊല്ലാനുള്ള ആ ഒരു കാരണം എന്താണ്, അതാരായിരിക്കും ചെയ്തത്, ഈ ഒരു കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. അവളുടെ ലാപ്ടോപ്പിൽ ആ ഒരു മെയിലൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും അവൾക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം അയച്ചു കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആ ഒരു മെയിൽ ഒന്നുകൂടി എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കൂടി മനസ്സിലാവുന്നത്. എക്സാം നടക്കുന്നതിന് മുന്നെയാണ് ചോയ്ക്ക് ഒരു ചോദ്യ പേപ്പറെല്ലാം ആരും ഒരാൾ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവൾ ഓരോ പരീക്ഷകളിലും ജയിക്കുന്നതും. ഒരുപക്ഷെ ഇത് ചെയ്തത് ആരായിരിക്കും, ചോയുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കോ എന്ന ഒരു സംശയത്തിലെ ഹീറോയിൻ നേരെ സ്കൂളിലേക്ക് ചെന്നിട്ട് ആ ഒരു ടീച്ചറിനോട് ഡയറക്റ്റായിട്ട് ചോദിക്കത്തില്ല ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി. ടീച്ചർ, നിങ്ങളുടെ മെയിൽ ഐ ഡി എനിക്കൊന്ന് വേണമായിരുന്നു, ഒരു കാര്യം അയക്കാനാണെന്ന് പറഞ്ഞ് ആ ടീച്ചറിന്റെ മെയിൽ ഐ ഡി വാങ്ങിയിട്ട് ഹീറോയിൻ വീട്ടിൽ വന്ന് പരിശോധിക്കുമ്പോൾ അടുത്തൊരു ടെസ്റ്റ് വേറൊന്നുമല്ല, ഈ ഒരു ടീച്ചറിന്റെ മെയിൽ ഐ ഡിയും കിമ്മിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്ന മെയിൽ ഐ ഡിയും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഹീറോയിൻ ഈ ഒരു കാര്യത്തെ പറ്റി ടീച്ചറിനോട് ചോദിക്കത്തില്ല, പകരം ഇതുപോലെ എന്റെ മകളുടെ മരണത്തിന് കാരണക്കാര് മോണെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല ടീച്ചർ, നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടീച്ചർ പറയും, അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ മകളെ കാണാതാവുന്ന അന്നത്തെ രാത്രി മോണെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ ദേഹം മുഴുവൻ രക്തമായിട്ട് ഒരാൾ കണ്ടിരുന്നു. ഇതല്ലാതെ എനിക്ക് വേറൊന്നും അറിയത്തില്ല എന്ന് ആ ഒരു ടീച്ചർ പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മോണെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ പോലീസുകാർ വിളിച്ചിരുത്തി അവളോട് ചോദിക്കാണ്, അതും അവളുടെ ഷൂ എടുത്തു വെച്ചിട്ട്, അല്ല മോളെ, നിന്റെ ഷൂവിൽ എങ്ങനെയാണ് ചോയുടെ രക്തം വന്നത്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഇല്ല സാർ, വേറൊന്നുമില്ല, അന്ന് രാത്രി ഞാനും അവളും മഴയത്ത് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാറ് ചോയിനെ ഇടിക്കാനായിട്ട് വന്നു. കാർ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ തള്ളി മറ്റൊരിടത്തേക്ക് ഇട്ടു, താഴെ വീണപ്പോഴത്തേക്കും മുറിഞ്ഞതാണ്, അങ്ങനെയാണ് എന്റെ ഷൂവിൽ ഈ ഒരു രക്തം പറ്റിയെന്ന് പറയുമ്പോൾ അതും അവൾ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും വെളിയിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയിന് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂമിനകത്തേക്ക് വന്നിട്ട്, ഇതേ കൊച്ചു പെണ്ണാണെന്ന് ഞാൻ നോക്കത്തില്ല, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അന്ന് നിന്റെ ഷൂവിൽ മാത്രമല്ല നിന്റെ സ്കൂൾ ഡ്രസ്സിൽ മുഴുവൻ രക്തം പറ്റിയതായിട്ട് ഒരാൾ കണ്ടിരുന്നു, എന്താ സംഭവിച്ചത്, മര്യാദയ്ക്ക് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ അവിടേക്ക് വന്നിട്ട്, ഇല്ല സാർ, എന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മൂണിന്റെ അച്ഛൻ വന്നിട്ട് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് മൂണിന്റെ അച്ഛനെ ഹീറോയിന് നേരത്തെ തന്നെ അറിയാം. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്, അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ ഭർത്താവിന്റെ ഡ്രൈവർ. ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോയിൻ പറയും, ഓ അപ്പൊ എന്റെ വീട്ടിൽ എന്നെ ജോലിക്ക് നിന്നിട്ട് നിന്റെ മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യാണല്ലേ. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡ്രൈവർ ആണെങ്കിലോ അയാൾ അടങ്ങിയിരിക്കുമെന്നാണ്, അയാളും തിരിച്ച് ഹീറോയിനെ കുറ്റം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹീറോയിനെ പറ്റി ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ ഹീറോ അകത്തേക്ക് വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് എന്താണ്, ഓ അപ്പൊ എന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് നീ എന്റെ ഭാര്യയെ തെറി പറയുമെന്നും പറഞ്ഞ് ആ ഒരു ഡ്രൈവറിനെ ഹീറോ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഇപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ച ആ ഒരു കേസ് ഫയലും മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഹീറോയിൻ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചിരുന്നത്. ആ ഒരു ടീച്ചർ പറഞ്ഞിരുന്നല്ലോ, മോണെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് രക്തം പറ്റിയിട്ടുണ്ടായിരുന്നതായിട്ട് ഒരാൾ കണ്ടെന്ന്. അത് സത്യത്തിൽ ഒരു അമ്മമ്മയായിരുന്നു. രാത്രി മഴയത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ചോയുടെ ദേഹത്ത് രക്തം പറ്റിയതുപോലെ ആ ഒരു മുത്തശ്ശി കണ്ടത്. അതുകൊണ്ട് അമ്മമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെ നീ ആരാണെന്നല്ല. പക്ഷേ മോണാണെങ്കിലും അതിന് മറുപടി ഒന്നും പറയാതാണ് പോയത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു അമ്മമ്മയെ പോലീസുകാർ വിളിച്ചുകൊണ്ട് വന്നിട്ട് മോണിന്റെ ഫോട്ടോ ഇതുപോലെ കാണിച്ചു കൊടുത്ത്, ദേ ഈ പെൺകുട്ടിയാണോ അന്ന് രാത്രി നിങ്ങൾ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി ഇപ്പോ സംശയത്തോടെ പറയാണ്, ഇത് തന്നെയാണെന്ന് എനിക്ക് വ്യക്തമല്ല, രാത്രിയോ ആയിരുന്നു, നല്ല മഴയും പെയ്തിരുന്നു, അതുകൊണ്ട് അത്ര വ്യക്തമല്ല എന്ന് പറയും. അതുമല്ല നമ്മുടെ മോണിന്റെ സ്കൂൾ ഡ്രസ്സിൽ ഇതുപോലെ രക്തക്കറ പറ്റിയതായിട്ടും ഈ ഒരു പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോലീസുകാർ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മോണിനെ കൊണ്ടുവന്നിട്ട് അവളെ ഇപ്പോൾ നുണ പരിശോധന ഉണ്ടല്ലോ അത് നടത്തുകയാണ്. അതിലും അവളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്ന് രാത്രി ചോയിയോടൊപ്പം പോയത് നീയാണോ? അതെ. നീയാണോ ചോയിനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ മോൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ്, അതിലൊരു കള്ളവുമില്ല. അതുകൊണ്ട് നമ്മുടെ മോണിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു കേസ് ഫയലിലൂടെ
വായിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതേ സമയം നമ്മുടെ മൂണിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോ ആ ഒരു ഫോൺ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിലെ ന്യൂസിലെല്ലാം നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോ ചോയുടെ ആ ഒരു ഫ്യൂണറിൽ കരയുന്ന കാര്യങ്ങളെല്ലാം ഫോട്ടോസ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പൊട്ടിയ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ ഒരു മെസ്സേജ് എടുത്ത് വായിക്കുമ്പോഴത്തേക്കും ആ ഒരു മെസ്സേജിലുള്ളത് വേറൊന്നുമല്ല, ഹേയ് ഞാൻ പറഞ്ഞ കാര്യം എന്തായി, അത് ചെയ്തു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോട്ടോ എനിക്ക് അയക്കാൻ പറയും. അങ്ങനെ ഈ മെസ്സേജ് കാണുന്നത് നമ്മുടെ മോൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ വീട്ടിൽ നിന്നും രാത്രിയിലെ ആരും അറിയാതെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവൾക്കൊരു ചെറിയ സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് ചവിട്ടിയിട്ട് ഇപ്പോൾ ആളൊന്നുമില്ലാത്തൊരു പഴയ വെയർ ഹൗസ് ഉണ്ട്, അതിനടുത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു പഴയ കാറുണ്ട്, അതിനടുത്തേക്ക് അവളുടെ സൈക്കിൾ കൊണ്ടിട്ടിട്ട് ഇപ്പൊ ആ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്ത് മോൻ ആ കാറും എടുത്ത് അവിടെ നിന്ന് റൗണ്ടിന് പോകുന്നു. ഇവിടെയാണ് മറ്റൊരു കാര്യം, ആ ഒരു കാറിനകത്ത് അതും ബാക്ക് സീറ്റിൽ നിറയെ രക്തം, അതേപോലെ തന്നെ ഒരു സ്കൂൾ ബാഗ്, ഇതെല്ലാം കാണുന്നുണ്ട്. കൂടാതെ മോണെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവള് ഭയങ്കര ദേഷ്യത്തിലാണ് കാർ ഓടിക്കുന്നത്. ഇപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ചോയ് പഠിക്കുന്ന സമയത്ത് അവളെ മറ്റു കുട്ടികൾക്കാർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചോയ് ഇപ്പോൾ തന്റെ കബോർഡിനടുത്തേക്ക് വന്ന് തന്റെ ബുക്ക് എടുക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് അവൾ ഇഷ്ടമല്ലാത്ത ആ ഒരു പെൺകുട്ടികൾ ഒരുപാട് ബ്ലേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവളറിയാതെ കൈ വെക്കുന്നതും അവളുടെ കൈ നല്ലതുപോലെ മുറിയുകയും ചെയ്തു. അങ്ങനെ ഇത് കണ്ട് ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം ചിരിക്കുന്നതും അവിടേക്ക് നമ്മുടെ മൂൺ വരും. അങ്ങനെ മൂൺ അവിടേക്ക് വന്നിട്ട് മറ്റുള്ള പെൺകുട്ടികളെ പറ്റി പറയും, അവരങ്ങനെ തന്നെയാണ്, നീ അതൊന്നും കാര്യമാക്കരുത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷമിക്കാൻ മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അവരാരും സുഹൃത്തുക്കളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇന്ന് മുതൽ ഞാൻ നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചോയിയോട് സുഹൃത്താവുന്നതേ മൂണാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. അതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതൊരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും അടുത്ത ഇവര് രണ്ടുപേരും, അത് ഇത്രയും അടുത്ത രണ്ടുപേരും ഇതിലെ മോൺ എന്തിനാണ് ചോയെ കൊന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചതിന് ശേഷം മോണാണെങ്കിലോ ആ ഒരു കാർ കുറെ നേരം ഓടിച്ചിട്ട് അവസാനം ആ ഒരു കാർ നേരെ വീണ്ടും ആ ഒരു വെയർ ഹൗസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ സൈക്കിളും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ അടുത്ത ദിവസം തന്നെ ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ അവരെ കാണാനായിട്ട് വരും. അതുമല്ല ഈ ടീച്ചറിനിട്ടുള്ള മുട്ടം പണിയായിട്ടാണ് ഹീറോയിൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇതുപോലെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം ഹീറോയിൻ ഈ ഒരു ടീച്ചറിനോട് പറയും. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ മകൾക്ക് മാർക്ക് വളരെ കുറവായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളാണെങ്കിലോ അവൾ നല്ലതുപോലെ മാർക്ക് എടുക്കുന്നുണ്ട്. ഇതിന് കാരണം നിങ്ങൾ അവർക്ക് 2 പേർക്കും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടീച്ചർ പറയും, വേറൊന്നുമല്ല, നിങ്ങളുടെ മകളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം മറ്റുള്ള കുട്ടികളെല്ലാവരും വെറുത്ത് അവളെ മാറ്റി നിർത്തുമ്പോഴും പക്ഷെ അവളൊരു നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ മാർക്ക് കുറയുന്നത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ള കുട്ടികളെല്ലാം അവളെ കളിയാക്കുന്നത്. അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കേട്ട ഹീറോയും പറയും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്തതൊരു തെറ്റാണ്. കാരണം എന്റെ മകൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്തിട്ട് അവൾ അവളുടെ സുഹൃത്തിനും ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ച് അവര് രണ്ടുപേരും പരീക്ഷയിൽ നല്ല മാർക്ക് എടുത്തു. അതുമല്ല ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്ത് ഒരവസരത്തിലേ അത് കിട്ടാതെ വന്നപ്പോ അവളുടെ സുഹൃത്ത് എന്റെ മകളെ കൊന്നതാണെങ്കിലോ. അതുകൊണ്ട് ടീച്ചർ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്ത കാര്യം വളരെ തെറ്റാണെന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിൻ എന്താ ചെയ്യുന്നറിയോ, ഈ പോലീസുകാർ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആക്സിഡന്റ് നടന്നതായിട്ടുള്ളൊരു കാര്യം പറഞ്ഞല്ലോ, ഒരു പയ്യനാണ് അതിൽ മരിച്ചതെന്നും ഹീറോയിനോട് പറഞ്ഞിരുന്നു. ഇപ്പൊ അതേ സ്ഥലത്ത് ഹീറോയിൻ വന്നിട്ട് ആ ഒരു പയ്യന്റെ ഫോട്ടോ എല്ലാം എടുത്ത് നോക്കി. ഇപ്പൊ അവിടെ കുറെ നേരം ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നു. ഹീറോയിന്റെ പിറകിലൂടെ മാസ്ക് എല്ലാം ഇട്ടിട്ട് ഒരുത്ത ഹീറോയിനെ വന്ന് ഒരു ഒറ്റയടി അടിച്ച് താഴെ കിട്ടിപ്പോ നമ്മുടെ ഹീറോയിനെ വലിച്ചെടുത്ത് അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, നമ്മുടെ ഹീറോയിൻ അവിടേക്ക് കൊണ്ടുവന്ന് അവളുടെ വായിൽ ഒരു തുണി തിരികും. അവളുടെ മുകളിലേക്ക് ഒരുത്തൻ കയറിയിരുന്ന് ഒരു ചുറ്റിയലും മുളിയും വെച്ചിട്ട് അവളുടെ വയറിൽ പതി അടിക്കുന്നുണ്ട്. അതും അവളുടെ വയറിലേക്ക് അത് ഇറങ്ങുന്ന രീതിയിലല്ല, വേദന എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രക്ഷപ്പെടാനും കഴിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ അവൾ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നത്. ഹീറോയിനെ ഇതുപോലെ ഉപദ്രവിക്കുന്നല്ലോ, അവന്റെ പിറകെ വേറൊരുത്തം വന്ന് അവനെ അടിച്ച് താഴെ കിട്ടിട്ട് ഇപ്പൊ അവനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ കിടക്കുന്ന ഹീറോയിൻ ആണെങ്കിലും ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, വന്നതാരാണെന്നോ അവളെ പിടിച്ചോണ്ട് പോയതാരാണെന്നോ ഒന്നും. ഇപ്പൊ അങ്ങനെ ഹീറോയിന്റെ ബോധം പോയിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ കണ്ണുറക്കുന്നത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനകത്ത് വെച്ച്. അതുമല്ല ഹീറോയിനെ സംരക്ഷിക്കാൻ വന്ന ആ ഒരുത്തൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ അയച്ച ഒരാൾ തന്നെയാണ്. ഇതുപോലെ തന്റെ മകളെ കാണാതായതിനു ശേഷം ഹീറോയിൻ എന്തായാലും ഇതുപോലെ കേസ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുമെന്നും ആ പോകുന്ന സമയത്ത് അവൾക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഒരാളെ അവളുടെ പിറകെ തന്നെ വിട്ടത്. ആ ഒരാളാണ് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഒരുത്തൻ ആരാണെന്നല്ലേ, അത് എതിർ പാർട്ടിയിലുള്ള ആ ഒരു രാഷ്ട്രീയക്കാരൻ അയച്ച ഒരാളാണ്. നമ്മുടെ ഹീറോയെ ഈ ഇലക്ഷനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഹീറോ ഈ ഷോക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മെഷീൻ കൊടുക്കും. എന്നിട്ട് പറയും, ഇനി ഇതുപോലെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഇത് ഉപയോഗിക്കണം, ഇതെപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല സ്നേഹമുള്ള ഭർത്താവാണ് ഹീറോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ആ ഒരു ടീച്ചർ നമ്മുടെ ഹീറോയിന് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിരുന്നല്ലോ, ഇതുപോലെ ചോയും മോനും ഇവര് രണ്ടുപേരും ആ ഒരു പാട്ടെല്ലാം പാടിയിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്ന ആ ഒരു വീഡിയോ.
അതുമല്ല അപ്പോഴാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇവരെ കളിയാക്കി മുട്ട എറിയുന്നു, അതേപോലെ തന്നെ തക്കാളിയൊക്കെ എറിഞ്ഞ് കളിയാക്കിയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മാത്രം ഇവരുടെ ആ ഒരു മ്യൂസിക് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും പെൺകുട്ടികൾ അവരെ കളിയാക്കുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഹീറോയിൻ നേരെ സ്കൂളിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ വേറെ 2 പെൺകുട്ടികളും കൂടി ഉണ്ട്. അവരെ കാണുമ്പോൾ എന്തോ വലിയ റൗഡികൾ നിൽക്കുമല്ലോ, അതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെ അവരെ മുതുവരെ കാറിലേക്ക് വിളിച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ആ ഒരു വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്ത്, അല്ല മോളെ, ഈ കൂട്ടത്തിൽ നിനക്ക് മാത്രം എന്തുകൊണ്ടാണ് അവരുടെ മ്യൂസിക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ആൻറ്റി, എനിക്ക് അവരെ നല്ല ഇഷ്ടമാണ്, അവരുടെ മ്യൂസിക് നല്ല ഇഷ്ടമാണ്. അവരിവിടെ അടുത്തുള്ള ഒരു വെയർ ഹൗസിൽ വെച്ചിട്ടാണ് ഈ ഒരു മ്യൂസിക് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പലതവണ അത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ഹീറോയിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഹീറോയിൻ കാണുമ്പോഴത്തേക്കാണ് ഈ ഒരു പെൺകുട്ടിയുടെ ബട്ടൺ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ഹീറോയിൻ, അല്ല മോളെ, ഈ ചേരാത്ത യൂണിഫോം നിനക്കാരെ തയ്ച്ചതെന്ന് ചോദിച്ച് അതെടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം വേറൊന്നുമല്ല. ഈ പെൺകുട്ടി ഇട്ടേക്കുന്ന ആ ഒരു യൂണിഫോം ഇല്ലേ, അതൊരിക്കലും ഇവളുടേതല്ല, അത് മോണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ആയിരുന്നു. എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ, മോളെ, ഇതാരുടെ യൂണിഫോമാന്ന് ചോദിച്ച് അവളുടെ യൂണിഫോം ഊരിയിട്ട് ഹീറോയിൻ നേരെ പോകുന്നത് ആ ഒരു വെയർ ഹൗസിലേക്ക്. അങ്ങനെ ഹീറോയിൻ ആ ഒരു വെയർ ഹൗസിലെ അവർ മ്യൂസിക് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് ഇവർ രണ്ടുപേരും മ്യൂസിക് വായിക്കുന്നത് പോലെയുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തു വെച്ചേക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഹീറോയിൻ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് തന്റെ മകൾക്ക് ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് തന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്നറിയോ, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചടിച്ചിങ്ങനെ നശിപ്പിക്കുമ്പോഴത്തേക്ക് അതിലൊരു ഡ്രം ഉണ്ട്, അത് പിടിച്ചിങ്ങനെ എറിയാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്ന് ഒരു ബാഗ് താഴേക്ക് വന്ന് വീഴുന്നു. അത് തുറന്ന് നോക്കുമ്പോൾ ആഹാ, വേറൊന്നല്ല, ആ ബാഗിൽ നിറയെ പണം. ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത്രയും പണം എവിടെ നിന്നാണ്? അപ്പൊ ഇതെവിടെ നിന്നാണെന്ന് അറിയാതെ ഹീറോയിൻ അവിടെ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങും. വെളിയിൽ ഇറങ്ങിയിട്ട് ആ ഒരു വെയർ ഹൗസിനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കാർ കിടക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പൊ ഈ കാറാണ് നമ്മുടെ മോൻ രാത്രിയിൽ ഓടിച്ചിട്ട് പോയത്. അപ്പൊ ആ ഒരു കാറിനകത്തുള്ള കാര്യങ്ങൾ ഹീറോയിൻ കാണുന്നുണ്ട്. ഇതേ സമയം മോൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഒരു വെയർ ഹൗസിന് അടുത്തേക്ക് അവളുടെ സൈക്കിളിൽ വരുവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ കാറും അവൾ കാണുന്നുണ്ട്. കണ്ടിട്ട് എന്താണ്, അവൾ ആകെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് വന്നിട്ട് ആ ഒരു ഡ്രം വായിക്കുന്നു. അപ്പൊ ഈ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിൻ നേരെ അകത്തേക്ക് വന്ന് ഹീറോയിൻ മോനോട് പറയും, ദേ, ഇത് നിന്റെ സ്കൂൾ യൂണിഫോമാണ്, ഇതില് എന്റെ മകളുടെ രക്തക്കറ പറ്റിയിട്ടുണ്ട്, ഇത് ഞാൻ പോലീസിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് നീയാണ് എന്റെ മകളെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം അതോടെ കഴിഞ്ഞു. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല, അവളിപ്പോ കരഞ്ഞുകൊണ്ട് അത് പേടിച്ചിട്ട് ഇപ്പോൾ എല്ലാ സത്യങ്ങളും പറയാൻ പോവാണ്. ഇതിന് ശേഷം ടെസ്റ്റുകളുടെ ഒരു ബഹളം തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ മൂൺ പറയും, നിങ്ങളുടെ മകളെ കൊന്നത് ഞാനല്ല, പക്ഷെ ചോയെ കൊന്നത് ആരാണ്, അയാളെ അയച്ചത് ആരാണ്, ഇതെല്ലാം എനിക്കറിയാം, അത് വേറെ ആരുമല്ല, അത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണെന്ന് പറയുന്നതും ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റായി പോയി. ആ ഒരു ടീച്ചറിനെ കണ്ടാ പറയോ, ഓരോ സീനിലും നമ്മൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര പാവമായിട്ടിരിക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇവരായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്? എന്നിട്ടാണ് മോൺ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ആ ഒരു പൊട്ടിയ ഫോൺ, അതെടുത്ത് ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ദേ, ഈ ഫോണിന്റെ ഉടമ, ഇതിലേക്ക് മെസ്സേജ് അയച്ച ആ ഒരാള്, അയാൾ തന്നെയാണ് നിങ്ങളുടെ മകളെ കൊല്ലാനായിട്ട് പറഞ്ഞതും കൊന്നതും. അന്ന് സംഭവിച്ചത് എന്താണെന്നറിയോ, ഞങ്ങൾ ആ ഒരു ടീച്ചറിനെ ഭീഷണിപ്പെടുത്തി കുറച്ച് പണം ചോദിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ടീച്ചർ പണം തരാൻ വേണ്ടി ഞങ്ങളോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അവിടെ പണം ഉപേക്ഷിച്ചിട്ടുണ്ടെന്നും ഞങ്ങളോട് അത് പോയി എടുക്കാൻ പറഞ്ഞതും ഞങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി തന്നെ പണം എടുക്കാൻ വേണ്ടി ആ ഒരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ വന്ന ആ ഒരു പണം എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു കാർ വന്ന് ചോയിനെ ആ ഒരു കാറിൽ വന്നവൻ ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. ഇടി കൊണ്ട് താഴെ വീണ ചോയിയാണെങ്കിലോ അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇതെല്ലാം ദൂരെ നിന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ കാറിൽ വന്ന ആളാണെങ്കിലോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ചോയിയുടെ ഒരു ഫോട്ടോ എടുത്ത് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ഫ്രണ്ടിനെ കൊന്ന അവനെ വെറുതെ വിടാനായിട്ട് എനിക്കൊരിക്കലും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അവൻ ഓടിച്ചുകൊണ്ടുവന്ന ആ ഒരു കാർ ഉപയോഗിച്ച് തന്നെ അവനെയും അവിടെ വെച്ച് തന്നെ ഞാൻ ഇടിച്ച് കൊല്ലുമായിരുന്നു. അതും 1-2 തവണയൊന്നുമല്ല, ഒരു 10-15 വട്ടമെങ്കിലും ഞാൻ അവന്റെ മുകളിലേക്ക് കാർ ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം അവന്റെ ഫോണും അതേപോലെ തന്നെ കിമ്മിന്റെ ശരീരവും എന്റെ കാറിലേക്ക് ഇട്ട് ആ ഒരു പണവും എടുത്ത് ഞാൻ ഇവിടേക്ക് വരുമായിരുന്നു എന്ന് നമ്മുടെ മൂൺ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോയെ കാണാതായിട്ടുള്ള ആ ഒരു ദിവസം ആക്സിഡന്റ് ആയിട്ട് വേറൊരുത്ത മരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് വേറെ ആരുമില്ല, നമ്മുടെ ചോയെ കൊല്ലാനായിട്ട് വന്നവനായിരുന്നു. അവനെ കൊന്നതാണെങ്കിലോ മൂണും. അതുപോലെ ഇത്രയും കാലം നമ്മുടെ മൂണാണെങ്കിലോ പോലീസുകാരോടും ഹീറോയിനോടും പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. കാരണം അവളും ഒരാളെ കൊന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവര് ഹിപ്നോട്ടൈസ് ചെയ്ത സമയത്ത് പോലും അവൾ ശരിക്കും ഹിപ്നോട്ടൈസ് ആയിട്ടില്ല, വെറുതെ അവരുടെ മുന്നിൽ ഇതുപോലെ അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മോൻ ഹീറോയിന് ഒരു ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ലെറ്റർ എഴുതിയിട്ടുള്ളത് പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ്. ഹീറോയിൻ അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും വേറെ ഒന്നല്ല, ഇതുപോലെ ആ ഒരു പ്രസിഡന്റിനോട്, ഇതുപോലെ എന്റെ ഫ്രണ്ടിനെ കൊന്നത് എന്റെ ക്ലാസ് ടീച്ചറാണ്, ഞാൻ എപ്പോഴും മരിക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിയും എന്റെ ക്ലാസ് ടീച്ചർ തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്നെ ആ ടീച്ചർ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നല്ലേ? 2 വർഷങ്ങൾക്ക് മുന്നേ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ ഈ ടീച്ചറിനെ ഒരു എയർ ഫ്രഷ്നർ കൊടുത്തിരുന്നു. അതിനാണെങ്കിൽ ഒരു ഹിഡൻ ക്യാമറയുണ്ടായിരുന്നു.
സത്യത്തിൽ ആ ഒരു ക്യാമറ വെച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ടീച്ചർ കാറിനകത്ത് ഈ ഒരു ഫ്രഷ്നർ കൊണ്ടുവച്ചിട്ട്, പക്ഷെ ഇതറിയാതെ ആ ഒരു ടീച്ചർ കാറിനുള്ളിൽ വെച്ചിട്ട് വേറൊരാളായിട്ട് എന്തോ ഒരു അഫെയറിലായിരുന്നു. ആ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടതിന് ശേഷം അത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടീച്ചറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞുള്ള ഓരോ വർഷവും പരീക്ഷ വരുമ്പോൾ അതിനു മുന്നേ തന്നെ ആ ഒരു ചോദ്യ പേപ്പർ ഞങ്ങൾ ടീച്ചറിൽ നിന്ന് ചോദിച്ചു വാങ്ങി. അങ്ങനെ ഈ കാര്യം 2 വർഷമായിട്ട് ആ ഒരു ടീച്ചറിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് ഇതേ വീഡിയോ വെച്ച് തന്നെ ആ ഒരു ടീച്ചറിനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ആ ഒരു ടീച്ചറിനോട് പണം ചോദിച്ചപ്പോൾ ടീച്ചർ ഇതുപോലെ പണം എടുക്കാനായിട്ട് ഒരു സ്ഥലം പറഞ്ഞു തരികയും ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ മറ്റൊരാളെ വെച്ചിട്ട് ഞങ്ങളെ കൊല്ലാനായിട്ട് ആ ഒരു ടീച്ചർ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ സുഹൃത്ത് അതിൽ മരിച്ചു. ആ ദേഷ്യത്തിലാണ് കൊല്ലാൻ അയച്ച ആ ഒരാളെ ഞാൻ കാർ ഉപയോഗിച്ച് അയാൾ ഇടിച്ചു കൊന്നത്. അതിനുശേഷം എൻ്റെ സുഹൃത്തിന്റെ ശരീരം വേറെ ആർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി, ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി ആ ഒരു കാടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള എല്ലാ സത്യങ്ങളും ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ആ ഒരു ഫോണിൽ തന്റെ മകളുടെ ഫോട്ടോ ഉണ്ടല്ലോ മരിച്ചു കിടക്കുന്ന, ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നതും ഇപ്പോ അടുത്ത ദിവസമാണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ എല്ലാ സത്യങ്ങളും മനസ്സിലായി. ഹീറോയിന്റെ മകളെ കൊന്നതാരാണ്, കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടതാരാണ്. ഇപ്പോൾ ഹീറോയോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ മകളെ കൊന്നത് ആരാണെന്നും എന്റെ വയറ്റിലെ ഉളി വെച്ചടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്നും എനിക്കറിയാം. ഇപ്പോൾ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇതെല്ലാം എതിർ പാർട്ടിയിലുള്ള ആ ഒരു നേതാവ് അയാളാണ് ചെയ്തതെന്ന് നീ വരുത്തി തീർക്കണം. അങ്ങനെയാണെങ്കിലേ വോട്ടുകളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും, ഇലക്ഷനിൽ നീ ജയിക്കുകയും ചെയ്യും. ഇപ്പൊ ഇതുപോലെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഹീറോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ പോകുന്നത് എവിടെയെന്ന് വെച്ചാലേ നമ്മുടെ ചോയി മരിച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവളെ ഇടിച്ചു കൊന്ന ആ ഒരു സ്ഥലം, അവിടെ കാർ കൊണ്ട് നിർത്തിയിട്ട് അവിടെ തുരങ്കം പോലെ ഒരു ചെറിയ ഭാഗമുണ്ട്, അവിടേക്ക് വന്ന് രാവിലെ മുതൽ രാത്രി വരെ അവിടെ തന്നെ ഒളിച്ചിരിക്കും. ഇപ്പൊ അത്രയും നേരം അവിടെ ഒളിച്ചിരിക്കാനുള്ള ആ ഒരു കാരണം എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് രാത്രിയാകുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു കാർ വരുന്നു. ഇപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് രാത്രിയിൽ അവിടേക്ക് ഒരു കാർ വരുന്നു. ആ കാറിൽ നിന്നും ഒരാൾ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഹീറോയും പതിയെ അയാളുടെ പിറകിലേക്ക് ചെന്നിട്ട് ഹീറോ കൊടുത്ത ആ ഒരു ഇലക്ട്രിക് ഷോ കൊടുക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവന് ഷോ കൊടുക്കുന്നതും ഇവിടെയാണ് ഒരു 1.5 ട്വിസ്റ്റ്. ആഹാ, അത് വേറെ ആരുമല്ല, ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്നറിയോ? അത് നമ്മുടെ ഹീറോ. ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? എല്ലാം പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, നമ്മുടെ ചോയിയും മോണും ഈ ടീച്ചറിന്റെ കാറിൽ ഹിഡൻ ക്യാമറ വെച്ചിട്ട് ആ ടീച്ചർ വേറെ ആരായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടുപിടിച്ചിട്ടാണ് ഈ ടീച്ചറിനെ അവർ ഭീഷണിപ്പെടുത്തിയത്. അപ്പൊ സത്യത്തിൽ ആ ഒരു ടീച്ചറുമായിട്ട് അഫെയർ ഉള്ള ആ ഒരാള് അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ ഭർത്താവ്, നമ്മുടെ ഹീറോ. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ നേരത്തെ തന്നെ ആ ഒരു ടീച്ചറിനെ വിളിച്ചു വരുത്തി അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോഴാണ് ആ ഒരു ടീച്ചർ നമ്മുടെ ചോയി ഈ ടീച്ചറിന് അയച്ചൊരു മെസ്സേജ് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ ചോയി ഭയങ്കരമായിട്ട് ഈ ഒരു ടീച്ചറിനെ തെറി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനുമായിട്ട് ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് നടത്തുമെന്നും അതും കൂടാതെ നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് കൂടിയാണ് എന്ന് പറയുന്നത്. വേറെ ഒന്നല്ല, ഈ ടീച്ചർ പ്രഗ്നന്റ് ആയിരുന്നു 2 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട്. ഹീറോ ഇതുപോലെ സ്കൂളുകളിലെല്ലാം പോയിട്ട് ഈ പ്രചരണവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കാണ് ചോയ് ഓടിക്കുന്ന ആ ഒരു സ്കൂളുണ്ടല്ലോ അവിടെയും പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ചോയുടെ ക്ലാസ്സിലെ ആ ഒരു ടീച്ചർ അവരെ കാണുന്നതും പിന്നീട് അവരുമായിട്ട് പരിചയപ്പെട്ട് ഇവർ തമ്മിലൊരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതും. അപ്പോൾ ഇവര് തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഹീറോയുടെ ആ ഒരു ഡ്രൈവറിനും അറിയാം. അപ്പൊ അയാളാണെങ്കിലോ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ ഭാര്യയോട് ഈ ഒരു കാര്യം പറയും. വേറെ ആരോടും പറയത്തില്ല, ഭാര്യമാരോട് എന്തായാലും ഭർത്താക്കന്മാർ പറയും. അപ്പൊ ഇതേ കാര്യം നമ്മുടെ മൂണാണെങ്കിലോ അവളും കേൾക്കും. ഇപ്പൊ ഈ കാര്യം കേട്ടിട്ടാണ് മൂൺ നേരെ ചോയിയോട് ചെന്നിട്ട് ഈ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പൊ ചോയി അത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അത് സത്യമാണോ ഇല്ലെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ടീച്ചറിന്റെ ബർത്ത്ഡേ ദിവസം ഈ ടീച്ചറിന് ഗിഫ്റ്റ് ആയിട്ട് ഇതുപോലെ ആ ഒരു എയർ ഫ്രഷ്നർ കൊടുക്കുന്നതും അതിനകത്ത് ഹിഡൻ ക്യാമറ വെക്കുന്നതും. അത് വെച്ചതിന് ശേഷം എന്താണ് ഇതുപോലെ മുൻ പറഞ്ഞ ആ ഒരു കാര്യം സത്യമാണെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മുടെ ചോയി ഈ ടീച്ചറിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ ആ ഒരു മെസ്സേജ് എല്ലാം അയക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അതേ ടീച്ചറിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അത് ഈ ടീച്ചറിന്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങി അവരുള്ള പരീക്ഷകളിലെല്ലാം ജയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇവരുടെ ആ ഒരു മ്യൂസിക്കിനോടുള്ള താല്പര്യം കൊണ്ട് അതിന്റെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചറിനോട് അവർ അത്രയും പണവും ചോദിക്കുന്നത്. അങ്ങനെ ഈ കാര്യം നമ്മുടെ ടീച്ചർ നേരെ ഹീറോയോട് വിളിച്ചു പറയും. ഇപ്പോ ടീച്ചറിനറിയാം ഹീറോയുടെ മകൾ തന്നെയാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. പക്ഷെ ആ കാര്യം ഒരിക്കലും ഹീറോയോട് പറയത്തില്ല. ഇതുപോലെ വേറെ 2 പേര് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതിനെപ്പറ്റി അവർ മനസ്സിലാക്കിയെന്നെല്ലാം പറയുമ്പോൾ ഹീറോ വിചാരിക്കും ഓക്കെ ഇത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഹീറോ ആ ഒരു ടീച്ചറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആളെ അയക്കുന്നത് ഹീറോ തന്നെയായിരുന്നു. പക്ഷെ ഹീറോയ്ക്ക് അറിയത്തില്ല തന്റെ മകളെ തന്നെയാണ് ഹീറോ ഇതുപോലെ കൊല്ലാനായിട്ട് ആളെ അയക്കുന്നതെന്ന്. ഇപ്പൊ ഇതെല്ലാം കേട്ട ഹീറോ ഇനി ആ ഒരു ടീച്ചറിന് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നു അത് അയാളുടെ മകളാണെന്ന്? അപ്പൊ ആ ഒരു ടീച്ചർ പറയും ഞാൻ എന്തിനു പറയണം, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുള്ള നിങ്ങളുടെ ഭർത്താവ്, അതും എനിക്ക് കല്യാണം പോലും ആയിട്ടില്ല, എന്നിട്ടും അയാൾ ഇതുപോലൊരു ബന്ധം എന്നോടൊപ്പം കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിലേ ആ ഒരു തെറ്റ് ചെയ്തത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അതുപോലെ അതേ നിങ്ങളുടെ മകളും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടി, ഇവര് രണ്ടുപേരും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്നെ എന്തോരം ഭീഷണിപ്പെടുത്തിയെന്നറിയോ? അപ്പൊ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും?
അതുകൊണ്ട് തന്നെയാണ് ഇത് വേറെ ആരോടും പറയാതെ ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്തത്. ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, എനിക്കത് മതി എന്ന് ഈ ഒരു ടീച്ചർ പറയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയോട് പറയാണ്. ഹീറോയുടെ മുന്നിൽ ആ ഒരു പണം എല്ലാം കൂടി തട്ടിയിടും, അവൻ അയച്ച ആ ഒരു പണം. എന്നിട്ട് ആ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരുന്നല്ലോ, ഇതുപോലെ കാര്യം കഴിഞ്ഞെങ്കിൽ ആ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട്. ഇപ്പൊ ആ ഒരു നമ്പറിലേക്ക് ഹീറോയിൻ വിളിക്കുമ്പോൾ അത് ഹീറോയുടെ ഫോണിലേക്ക് തന്നെയാണ് വരുന്നത്. അതുമല്ല ആ ഒരു ഫോട്ടോയെ അയക്കാൻ പറഞ്ഞു. ആ ഫോട്ടോയും ഹീറോയിൻ ഇതുപോലെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്തു. ദേ നീ ചെയ്യാൻ പറഞ്ഞ ആ ഒരു ജോലി കഴിഞ്ഞു, നമ്മുടെ മകള് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഹീറോയ്ക്ക് നല്ല ഇതിൽ അടിയും കിട്ടിയിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, നമ്മുടെ ഹീറോയിൻ ആ ഒരു ടീച്ചറിനെ കണ്ടിട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇതുപോലെ നീ എന്റെ ഭർത്താവിന് ഈ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തണമെന്ന്. അങ്ങനെയാണ് ഹീറോ നമ്മുടെ ഹീറോയിൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്നതും ഹീറോയിൻ പുറകിലൂടെ ചെന്ന് ഹീറോയെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും. അതുപോലെ ആ ഒരു ഇലക്ഷൻ ദിവസം തന്നെ ഹീറോയിൻ അവനോട് നല്ല രീതിയിലേ ഓക്കെ പോയിട്ട് വാ എന്നെല്ലാം പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് അയക്കുമ്പോഴും ഹീറോയിന്റെ മനസ്സിൽ അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവനെ അടിച്ചിട്ട് അവന്റെ ദേഹത്തേക്ക് കവറെല്ലാം ചുറ്റിയിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹീറോയ്ക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു താൻ അന്ന് കൊല്ലാൻ ശ്രമിച്ചത് തന്റെ മകളെ തന്നെയാണെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല, അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഹീറോയിൻ അറിയാതെ മറ്റൊരു ബന്ധം, അത് മറ്റൊരാൾ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അയാളെ കൊല്ലാനും ശ്രമിച്ചു, അത് സ്വന്തം മകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് നീ ഇതിന് അർഹനാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു കവറെല്ലാം ചുറ്റുന്നുണ്ട്. അവൻ എത്ര പറഞ്ഞു നോക്കിയിട്ട് വിടുന്നില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഹീറോയിൻ പെട്ടെന്ന് മാറിയിട്ട് ആ ഒരു കവറെല്ലാം അവന്റെ മുഖത്ത് നിന്ന് അഴിച്ച്, അല്ല നീ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നീ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം, നിന്റെ മകളെ കൊന്നത് നീയാണെന്ന് എല്ലാ ദിവസവും ആലോചിച്ച് ആ ഒരു കുറ്റബോധത്തോടെ തന്നെ നീ ജീവിക്കണം. അതുപോലെ ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഹീറോ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, തന്റെ മാനം മര്യാദ ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ തന്നെ കൊന്നത്. അതുകൊണ്ട് ഹീറോ എന്നത് ചെയ്യുന്നറിയോ, ഹീറോയും അതേപോലെ തന്നെ ആ ഒരു ടീച്ചറും ഇവര് രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യം എതിർ പാർട്ടി നടത്തുന്ന ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇനി ഹീറോയുടെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോകത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഹീറോയും അംഗീകരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ ഹീറോയിനെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അതും എതിർ പാർട്ടിയിൽ അവരാണ് ചെയ്തതെന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വരെ ശ്രമിച്ചതും സത്യത്തിൽ ഹീറോയിനെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ ശ്രമിച്ചത് വരെ ഹീറോ ആയിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഹീറോയിൻ അവിടെ നിന്ന് നേരെ പോകുന്നത് മൂണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നു, അത് സ്വന്തം ആളെ പോലെ തന്നെ. എന്നിട്ട് ചോദിക്കും, അവൾ എപ്പോഴെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അപ്പൊ അവള് പറയും, അതെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മ ഒരു മണ്ടിയാണെന്നും എല്ലാവരും എന്റെ അമ്മയെ പെട്ടെന്ന് പറ്റിക്കും, അതുകൊണ്ട് ഞാൻ വളർന്ന് വലുതായിട്ട് മറ്റാരും എന്റെ അമ്മയെ പറ്റിക്കപ്പെടാതെ എന്റെ അമ്മയെ നല്ലതുപോലെ തന്നെ ഞാൻ നോക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ കരയുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.